നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുട്ടികളിൽ നന്മയുടെ വിത്തിറക്കാൻ കലാമേളകൾക്ക് സാധിക്കുമെന്ന് കെ.പി. മോഹനൻ എം.എൽ.എ. പാനൂർ ഉപജില്ലാ കലോത്സവത്തിന് പാനൂർ കെ.കെ.വി. മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ തുടക്കം. വടക്കുംപാട് എസ്.എൻ.പുരം ശ്രീനാരായണ വായനശാല ഗ്രന്ഥാലയം സപ്തതി നിറവിൽ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സപ്തതി ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 30-ന് എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിന് പുതിയ ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നു. കെട്ടിട ശിലാസ്ഥാപനം ഞായറാഴ്ച രാവിലെ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിക്കും. തലശ്ശേരിയിൽ ആരംഭിച്ച ഹെർമൻ ഗുണ്ടർട്ട് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് കോളേജിന്റെ ഔപചാരിക ഉദ്ഘാടനം ചൊവ്വാഴ്ച. സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്തകൾ വിശദമായി. കുട്ടികളിൽ നന്മയുടെ വിത്തിറക്കാൻ കലാമേളകൾക്ക് സാധിക്കുമെന്ന് കെ.പി. മോഹനൻ എം.എൽ.എ. പാനൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം പാനൂർ കെ.കെ.വി. മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.എൽ.എ. പാനൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം പാനൂർ കെ.കെ.വി. മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ.പി. മോഹനൻ എം.എൽ.എ. ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ നന്മയുടെ വിത്തിറക്കാൻ കലാമേളകൾക്ക് സാധിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കെ.പി. മോഹനൻ പറഞ്ഞു. കൂടുതൽ ജാഗ്രത വിദ്യാർത്ഥികളിൽ പുലർത്താൻ സമൂഹം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ ഇടയിൽ ഒരു സ്നേഹബന്ധവും കലയും എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സന്ദർഭമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് പരമാവധി പ്രത്യേകിച്ച് രക്ഷിതാക്കളൊക്കെ തന്നെ കുട്ടികൾ വളരെ ആവേശത്തോടു കൂടി മത്സര രംഗത്തേക്ക് കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ അധ്യാപകർ ഞങ്ങളുടെ സ്കൂളിന് ഒന്നാം സ്ഥാനം ലഭിക്കണം, രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ മക്കൾക്ക് ഒന്നാം സ്ഥാനം ലഭിക്കണം എന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ കലയാണ് ഏറ്റവും വലിയ ലഹരി, യാതൊരു സംശയവുമില്ല. ജീവിതമാണ് ലഹരി എന്ന് പറയുന്നത് പോലെ തന്നെ കലയാണ് ഏറ്റവും വലിയ ലഹരി. ആ ലഹരിയിൽ മുഴുങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മറ്റ് ലഹരികളിൽ നിന്നൊക്കെ തന്നെ വിമുക്തമാവുകയാണ്. അതാണ് ഞങ്ങളൊക്കെ തന്നെ പറയുന്നത്. വായനയും അതോടൊപ്പം തന്നെ കളിയും കായികവും കലയും ഒക്കെ തന്നെ ഏറ്റവും വലിയ ലഹരിയായി എടുത്തുകൊണ്ട് മറ്റ് ലഹരികളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. പാനൂർ നഗരസഭാ ചെയർമാൻ കെ.പി. ഹാഷിം അധ്യക്ഷനായി. സിനി ആർട്ടിസ്റ്റ് ഗിരീഷ് നമ്പ്യാർ വിശിഷ്ടാതിഥിയായി. കലോത്സവ ലോഗോ ഡിസൈൻ ചെയ്ത ഷിതിൻ ചോക്ലിയെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കലോത്സവ പോസ്റ്റർ ഡിസൈൻ ചെയ്തവർക്കുള്ള ഉപഹാരം എ.ഇ.ഒ. ബൈജു കേളോത്തും പ്രൊമോ വീഡിയോ സംവിധായകനുള്ള ഉപഹാരം നഗരസഭാ കൗൺസിലർ പി.കെ. പ്രവീണും ചടങ്ങിൽ സമ്മാനിച്ചു. തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കയിൽ, നഗരസഭ വിദ്യാഭ്യാസ സമിതി സ്ഥിരം സമിതി അധ്യക്ഷൻ പി.കെ. ഇബ്രാഹിം ഹാജി, നഗരസഭാ കൗൺസിലർമാരായ കെ.കെ. സുധീർകുമാർ, എം. രത്നാകരൻ, പി.ടി.എ. പ്രസിഡന്റ് പി.കെ. ഷാവുൽ ഹമീദ്, പാനൂർ പി.ആർ. മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സി.എം. ബിഷ, തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ എച്ച്.എം. ഫോറം സെക്രട്ടറി പി. വിനോദ്, പാനൂർ ഉപജില്ലാ എച്ച്.എം. ഫോറം സെക്രട്ടറി പി.ടി. സുധീർ, കെ.കെ.വി. മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പാർലമെന്റ് ചെയർപേഴ്സൺ റാനിയ അമീന, പാനൂർ പി.ആർ. മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പാർലമെന്റ് ചെയർപേഴ്സൺ ഫാത്തിമ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ പി.വി. അൽഫോൺസ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി.ജി. ജിജാബായ് നന്ദിയും പറഞ്ഞു. ശനിയാഴ്ച മുതലാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. 28-ന് മത്സരങ്ങൾ സമാപിക്കും. 3000-ഓളം പ്രതിഭകളാണ് മേളയിൽ മാറ്റിവെക്കുന്നത്. 28-ന് വൈകിട്ട് 5-ന് സമാപന സമ്മേളനം ഷാഫി പറമ്പിൽ എം.പി. ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റുക്സാന ഇക്ബാൽ അധ്യക്ഷയാകും. ചലച്ചിത്ര നാടക നടൻ സന്തോഷ് കീഴാറ്റൂർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പ്രീത അശോക് സുവനീർ പ്രകാശനം ചെയ്യും. തലശ്ശേരി സൗത്ത് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ തുടക്കം. തലശ്ശേരി നഗരസഭാ അധ്യക്ഷ കെ.എം. ജമുന റാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി സൗത്ത് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ തുടക്കം. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ.എം. ജമുന റാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു.
നമുക്കറിയാം ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ബ്രിട്ടീഷ് ശേഷിപ്പുകൾ ഇവിടെ അവശേഷിപ്പിച്ചു പോയ ഒരു വലിയ പട്ടണത്തിൻ്റെ ഓർമ്മകൾ നെഞ്ചിലേറ്റ് നിൽക്കുന്ന ഒരു നാടാണ് തലശ്ശേരി. അപ്പോൾ തലശ്ശേരിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കലാ കായിക സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച അനേകം ആളുകൾ നമുക്ക് മുന്നിലുണ്ട്. ഒരുപക്ഷെ പറഞ്ഞാൽ തീരാത്ത അത്ര ആളുകൾ നമ്മുടെ തലശ്ശേരിക്ക് സ്വന്തമായിട്ടുണ്ട്. അത് ചിത്രരചനയുടെ കാര്യത്തിലായാലും പിന്നെ സാഹിത്യരംഗത്തായാലും കലാരംഗത്തായാലും നമ്മൾ ഓരോരുത്തരെ പേരെടുത്ത് പറയുമ്പോൾ അത് മറ്റുള്ള ആളുകളുള്ള അനാദരവാണെന്നുള്ളത് കൊണ്ട് തന്നെ ആ പേരുകളൊന്നും തന്നെ ഞാനിവിടെ വിശേഷിപ്പിക്കുന്നില്ല. അപ്പോൾ അത്തരമൊരു കലാ സാംസ്കാരിക സാമൂഹ്യ പാരമ്പര്യമുള്ള തലശ്ശേരിയിൽ നീണ്ട 10 വർഷത്തിന് ശേഷമാണ് നമ്മുടെ സേക്രഡ് ആർട്ട് സ്കൂളിലേക്ക് നമ്മുടെ കലോത്സവം കടന്നു വരുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ കലോത്സവത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരുടെ ഒരു സംഘാടന മികവ് തന്നെയാണ്. അതെടുത്ത് പറയാതെ പറ്റില്ല, എത്ര സമയമില്ലെങ്കിലും. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായിട്ട് എങ്ങനെ പ്രവർത്തിച്ചു പോകാം. ഒരുപക്ഷെ ഇവിടുത്തെ HM-ഉം അതുപോലെ തന്നെ ഇവിടുത്തെ പ്രിൻസിപ്പളൊക്കെ ആ തലശ്ശേരി നഗരസഭയിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് എനിക്കും ആർക്കും അറിയില്ല. കാരണം എല്ലാ ജനപ്രതിനിധികളെയും അവർ പ്രത്യക്ഷത്തിൽ എടുത്തുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു നല്ല കലാമേളയ്ക്ക് തുടക്കം കുറിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ അവസരത്തിൽ ഇതിൻ്റെ സംഘാടക സമിതിയിലുള്ള മുഴുവൻ ആളുകളെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആണിക്കല്ലെന്ന് പറയുന്നത് ജനങ്ങളാണ്. അവരെ എങ്ങനെ നമ്മൾ കയ്യിലെടുക്കണം, ഏതൊക്കെ പ്രവർത്തനങ്ങളിലൂടെ അവരിൽ ഇത് പങ്കാളികളാവണം. അങ്ങനെ ഒരു നാടിൻ്റെ മഹോത്സവമായിട്ട് മാറിയിരിക്കുകയാണ് ഏകദേശം 4-5 ദിവസങ്ങളോളം നടന്നു വരുന്ന നമ്മുടെ സൗത്ത് ഉപജില്ലാ കലോത്സവം. ഇതിൽ പ്രധാനപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങളും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ഇവിടെയുണ്ട്, സ്റ്റേജിലിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സദസ്സിലിരിക്കുന്നുണ്ട്. സുവനീർ പ്രകാശനവും ജമുന റാണി ടീച്ചർ നിർവഹിച്ചു. ചലച്ചിത്ര താരം നിഹാരിക S. മോഹൻ ഏറ്റുവാങ്ങി. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷബാന ഷാനവാസ് അധ്യക്ഷയായി. സംഘാടക സമിതി ജനറൽ കൺവീനർ സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ലില്ലി BJ സ്വാഗതം പറഞ്ഞു. ഗാനരചയിതാവ് രമേഷ് കാവിൽ വിശിഷ്ടാതിഥിയായി. വഴികളിൽ ചെറുതായി എഴുത്തിൻ്റെ കാര്യങ്ങളിൽ കൂടെ നിൽക്കാൻ കഴിഞ്ഞു എന്ന അഭിമാനം പങ്കുവെച്ചുകൊണ്ട് തന്നെ ഒരു കലോത്സവത്തിൻ്റെയും ഉപജില്ലാ വേദിയിൽ പോലും പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടാത്ത ഒരാളായിരുന്നു ഞാൻ. എന്ന് പറഞ്ഞാൽ പങ്കെടുത്ത മത്സരങ്ങളിൽ തോറ്റുപോയ ഒരാളായിരുന്നു. 1-ാം സ്ഥാനമോ 2-ാം സ്ഥാനമോ 3-ാം സ്ഥാനമോ ഒക്കെ പ്രതീക്ഷിച്ച് നിന്നിടത്ത് ഒന്നും കിട്ടാതെ പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ തോറ്റുപോകുന്ന ധാരാളം ആളുകളുണ്ടാവും. അതേ എനിക്ക് ഞാൻ എഴുതിയ പാട്ട് സംസ്ഥാന യുവജനോത്സവത്തിൽ സമ്മാനിതമായപ്പോൾ സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സംസ്ഥാന യുവജനോത്സവത്തിൻ്റെ ഉദ്ഘാടനത്തിന് തിരിതെളിഞ്ഞപ്പോൾ എൻ്റെ പാട്ടുകൾ അനേക തവണ എനിക്ക് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. കലോത്സവ വിശദീകരണം AEO EP സുജാത നിർവഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C. സോമൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TC അബ്ദുൽ ഖിലാബ്, കൗൺസിലർമാരായ ഫൈസൽ പുനത്തിൽ, അഡ്വക്കേറ്റ് KM ശ്രീശൻ, പ്രിൻസിപ്പാൾ ഫോറം ട്രഷറർ R. സരസ്വതി, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P. ശകുന്തള, അനുപമ ബാലകൃഷ്ണൻ, A. പ്രശാന്ത്, TV സഗീഷ്, മുഹമ്മദ് നിസാമി, CR ജെൻസൺ, K. രാജേഷ്, ഡോക്ടർ ഗ്രേസ് തോമസ്, P. രോഷിത്, ജാസ്മിന ഷമീർ, സിസ്റ്റർ PA ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നാല് ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത്.
5500ഓളം മത്സരാർത്ഥികളാണ് മത്സരത്തിൽ മാറ്റുരക്കുന്നത്. തലശ്ശേരി BMP ഹയർ സെക്കൻഡറി സ്കൂൾ, സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങൾ സജ്ജീകരിച്ച 13 വേദികളിലാണ് മത്സരം നടക്കുന്നത്. മാഹി ഫിഷറീസ് കോമ്പൗണ്ടിൽ മലിനജല ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ തീരദേശ മേഖലയിലെ 12ഓളം സംഘടനകൾ ബഹുജന പ്രക്ഷോഭത്തിലേക്ക്. മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ഒരു തരത്തിലും എതിരല്ലെന്നും എന്നാൽ തീരദേശ മേഖലയിലെ ജനജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ആഘോഷങ്ങളും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുന്ന ഫിഷർമാൻ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പരിസരത്ത് മലിനജല ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കാൻ പാടില്ല എന്നതാണ് തങ്ങളുടെ ആവശ്യമെന്നും ഭാരവാഹികൾ മാഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാഹി ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്രം, പാറക്കൽ ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്രം, മുക്കുവ സമുദായ അസോസിയേഷൻ, പൂഴിയിൽ ജുമാ മസ്ജിദ്, മത്സ്യത്തൊഴിലാളി ഐക്യവേദി മാഹി, വഞ്ചി കമ്മിറ്റി മാഹി, ഫിഷ് മർച്ചന്റ് അസോസിയേഷൻ മാഹി, ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ മാഹി, ഫിഷർമാൻ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി, പ്രിയദർശിനി വുമൺ സൊസൈറ്റി, മത്സ്യത്തൊഴിലാളി മസ്ജിദ് ഫെഡറേഷൻ, ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ പുതുശ്ശേരി എന്നീ സംഘടനകളിലെ പ്രതിനിധികൾ ഉൾക്കൊണ്ട സമരസമിതി ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ മാഹി മത്സ്യ മേഖലയിലെ ബഹുജന കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും ഫിഷറീസ് ഓഫീസിന് മുന്നിൽ ധർണയും സംഘടിപ്പിച്ചിരുന്നു. കൂടാതെ മാഹി മത്സ്യമേഖലയിലെ 2000-ൽ പരം മത്സ്യത്തൊഴിലാളികളുടെയും കുടുംബങ്ങളുടെയും ഒപ്പുശേഖരണം നടത്തുകയും മാഹി അഡ്മിനിസ്ട്രേറ്റർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒപ്പുശേഖരണം നടത്തിയ നിവേദനം MLAയ്ക്കും RIക്കും സമർപ്പിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. സ്ഥലം MLAയുടെ സാന്നിധ്യത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ, മുഖ്യമന്ത്രി, പൊതുമരാമത്ത് മന്ത്രി എന്നിവരുമായി ചർച്ച നടത്തുകയും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പ്ലാന്റ് മാറ്റിസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയെങ്കിലും ആ ഉറപ്പിൽ തങ്ങൾ സംതൃപ്തരല്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ സംഘടനയോ മത്സ്യമേഖലയോ മലിനജല ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് ഒരു തരത്തിലും എതിരല്ല. മാത്രമല്ല, ഇത്തരമൊരു പ്ലാന്റിൻ്റെ അനിവാര്യത ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. തീരമേഖലയിലെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് സർവ്വവിധ ആഘോഷങ്ങളും സാംസ്കാരിക പരിപാടികളും നടത്തുന്ന ഫിഷർമാൻ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പരിസരത്ത് മലിനജല ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കാൻ പാടില്ല എന്നത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിനെതിരെ ആഗസ്റ്റ് 25-ാം തീയതി സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനവും 26-ന് ഫിഷറീസ് ഓഫീസിന് മുമ്പിൽ ധർണയും സംഘടിപ്പിച്ചു. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ N. ബാലകൃഷ്ണൻ, കൺവീനർ UT സതീശൻ, ട്രഷറർ രാജേഷ്, P. രഞ്ജിത്ത്, AV യൂസഫ്, സുധീർ കരുണൻ, ശ്യാംജിത്ത്, PT മോഹനൻ, AV സലാം, P. ചിത്രൻ, ആശാലത, രതീഷ് ബാബു, PV സുനിൽ എന്നിവർ പങ്കെടുത്തു. തലശ്ശേരിക്കടുത്ത വടക്കുംപാട് SN പുരം ശ്രീനാരായണ വായനശാല ഗ്രന്ഥാലയം സപ്തതി ആഘോഷ നിറവിൽ. 1956 നവംബർ 1-ന് കേരളപ്പിറവി ദിനത്തിൻ്റെ ഭാഗമായാണ് വായനശാല ആരംഭിച്ചത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച A+ ലൈബ്രറികളിലൊന്നാണ് ഈ വായനശാല. ഒരു വർഷത്തോളം നീണ്ടുന്ന സപ്തതി ആഘോഷത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 30-ന് വൈകിട്ട് 4:30-ന് എഴുത്തുകാരൻ M. മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നാടൻ മത്സ്യം പിടിക്കുന്നവർ, പറമ്പിൽ പണി എടുക്കുന്നവർ, ഇങ്ങനെ തൊഴിലാളികളും ചെത്തുതൊഴിലാളികളും കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ടാണ്. ഇവിടെ വരാൻ റോഡുകളൊന്നും ഉണ്ടായില്ല. കാരണം പുഴയിലൂടെ വരണം, അല്ലെങ്കിൽ ദുർഘടമായ പകൽ പോലും ടോർച്ചടിച്ച് വരേണ്ട നമ്മൾ ഇറങ്ങി വന്നില്ലേ അത്. അപ്പോൾ അതൊക്കെ വന്നത് ഈ വായനശാല വന്നതോടുകൂടി വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ്. വായനശാല പ്രവർത്തകരാണ് ഇതിൻ്റെ വികസനത്തിനെല്ലാം മുൻകൈ എടുത്തത്. അപ്പോൾ പുസ്തകങ്ങൾ ശേഖരിക്കുക, പത്രങ്ങൾ വായിക്കുക എന്ന് മാത്രമല്ല, ഒരു നാടിൻ്റെ സർവ്വതല സ്പർശിയായ എല്ലാ കാര്യത്തിലും നേതൃത്വം കൊടുക്കുന്ന ഒരു തലമുറയായിരുന്നു അന്നുണ്ടായത്. ഇത് രൂപം കൊള്ളുമ്പോൾ അതിൻ്റെ വായനശാലയുടെ പ്രസിഡൻറ്റ് പാലോറാം കുഞ്ഞിക്കണ്ണനാണ്. അവരിപ്പം ജീവിച്ചിരിപ്പില്ല. അതിൻ്റെ സെക്രട്ടറി CN നാണുമേസ്ത്രിയാണ്. പിന്നീട് ഇത്രയും വർഷക്കാലം നിരവധി ആളുകൾ ത്യാഗപൂർവ്വം പ്രവർത്തിച്ചിട്ടുണ്ട്. 13 ലക്ഷം രൂപ ചെലവഴിച്ച് സ്വന്തമായി നിർമ്മിച്ച ആധുനിക സ്വരത്തോടെയുള്ള
സപ്തതി സ്മാരക ഇൻഡോർ ഓഡിറ്റോറിയം ഡോക്ടർ വി ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രശസ്ത കവിയും ചിത്രകാരനുമായ സോമൻ കടലൂർ മുഖ്യ പ്രഭാഷണം നടത്തും. സംഘാടക സമിതി ചെയർമാൻ മുകുന്ദൻ മഠത്തിൽ അധ്യക്ഷനാകും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ബഹുവർണ്ണ കലണ്ടർ റബ്കോ ചെയർമാൻ കാരായി രാജൻ പ്രകാശനം ചെയ്യും. സജീവ് മാറോളി, CN ചന്ദ്രൻ, ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് V പ്രദീപൻ, വായനശാല പ്രസിഡന്റ് പനോളി ആണ്ടി എന്നിവർ സംസാരിക്കും. തുടർന്ന് സപ്തതി വർഷത്തിന്റെ പ്രതീകമായി 70 കലാകാരന്മാർ അവതരിപ്പിക്കുന്ന റിതമിക് ഫ്യൂഷൻ മൂവ്സ് അരങ്ങേറും. ആഘോഷത്തിന്റെ ഭാഗമായി വ്യത്യസ്ത മാസങ്ങളിൽ വീട്ടുമുറ്റ സദസ്സുകൾ, സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം, തെരുവോര പ്രഭാഷണ പരമ്പര, സാമൂഹിക പാഠശാല, ബഹുജന വർണ്ണോത്സവം, ഗ്രന്ഥശാല അംഗസംഗമം, JMCF ഡേ, വിജയോത്സവം, ഗതകാല പൈതൃക സ്മരണ, കലാകായികമേള, പ്രതിഭാസംഗമം, മെഡിക്കൽ ക്യാമ്പ്, സപ്തതി ആഘോഷ മാനവിക സദ്യോത്സവം, പരിസ്ഥിതി ദിന ഓർമ്മമരം, സപ്തതി സമാപന മഹോത്സവം എന്നിവ സമയബന്ധിതമായി സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സപ്തതി ആഘോഷത്തിന്റെ സന്ദേശം നാട്ടിലാകെ വിളംബരം ചെയ്യുന്ന 200ഓളം പേർ പങ്കെടുക്കുന്ന ഇരുചക്ര വാഹന ഘോഷയാത്ര ഒക്ടോബർ 26 വൈകിട്ട് 3 സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് PM അഖിൽ ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ മുകുന്ദൻ മഠത്തിൽ, ജനറൽ കൺവീനർ രമേശൻ പനോളി, പ്രോഗ്രാം കൺവീനർ T മനോഹരൻ, വായനശാല പ്രസിഡന്റ് പനോളി ആണ്ടി, K രൂപേഷ്, C സന്തോഷ്, PK ദിനേശൻ, രമണി, നികിഷ എന്നിവർ പങ്കെടുത്തു. തലശ്ശേരി എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ കീഴിൽ ആരംഭിച്ച ഹെർമൻ ഗുണ്ടർട്ട് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ഔപചാരിക ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും. രാവിലെ 10 ക്രൈസ്റ്റ് വിദ്യാഭ്യാസ സമുച്ചയത്തിലെ ഓഡിറ്റോറിയത്തിൽ സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ കാൽവെപ്പ് നിലയിലാണ് മലയാള ഭാഷയിൽ അതുല്യ സംഭാവന നൽകിയ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ നാമധേയത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അഫിലിയേറ്റ് ചെയ്ത ഒരു അൺഎയ്ഡഡ് കോളേജ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ വർഷത്തെ അക്കാഡമിക വർഷത്തിൻ്റെ ഒടുവിലത്തെ ഘട്ടത്തിലാണ് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ ലഭ്യമായത്. ഇപ്പോഴും യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പ്രക്രിയ പൂർണ്ണമായിട്ടില്ല. സ്പോട്ട് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹെർമൻ ഗുണ്ടർട്ട് കോളേജിൻ്റെ പ്രവർത്തനം 1.5 മാസം മുമ്പ് ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചുവെങ്കിലും അഡ്മിഷൻ പ്രക്രിയ പൂർണ്ണമാകാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് അല്പം വൈകിയത്. മലബാറിൽ അൺഎയ്ഡഡ് മേഖലയിൽ ഒരു പട്ടണത്തോട് സാമീപ്യമുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ ആരംഭിച്ചിട്ടുള്ള ഹെർമൻ ഗുണ്ടർട്ട് കോളേജിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ മാസം ഒക്ടോബർ 28 ചൊവ്വാഴ്ച കാലത്ത് 10 മണിക്ക് കേരള നിയമസഭ സ്പീക്കർ ബഹുമാനപ്പെട്ട N ഷംസീർ നിർവഹിക്കുകയാണ്. തലശ്ശേരി എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ പുതിയ സംരംഭമായ ഹെർമൻ ഗുണ്ടർട്ട് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 2 മാസം കഴിഞ്ഞു. കണ്ണൂർ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഈ കലാലയത്തിൽ 7 UG കോഴ്സുകൾ ആരംഭിക്കാൻ യൂണിവേഴ്സിറ്റിയും സർക്കാരും അനുമതി നൽകിയിട്ടുണ്ട്. BCom കോർപ്പറേഷൻ, BCom ലോജിസ്റ്റിക്സ്, BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, AI ആൻഡ് മെഷീൻ ലേണിംഗ്, BBA ട്രാവൽ ആൻഡ് ടൂറിസം, BA ഇംഗ്ലീഷ്, BA ഹിസ്റ്ററി എന്നീ 7 ബിരുദ കോഴ്സുകൾക്കാണ് അനുമതി ലഭിച്ചത്. ഇതിൽ BCA ഒഴികെയുള്ള പ്രോഗ്രാമുകളിലാണ് ക്ലാസുകൾ ആരംഭിച്ചത്. BCA പ്രോഗ്രാം AICTE അനുമതിയോടെ അടുത്ത അധ്യയന വർഷം മുതൽ ആരംഭിക്കും. ഇതിൽ പുതുതലമുറ കോഴ്സുകളും പരമ്പരാഗത കോഴ്സുകളും ഉൾപ്പെടും. UGCയും സർവകലാശാലയും അനുശാസിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മികവുറ്റ അധ്യാപകരുടെ വിദഗ്ധ ശിക്ഷണത്തിൽ വിദ്യാർത്ഥികൾ അധ്യയനം നടത്തി വരികയാണ്. രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാഗത്തുനിന്ന് മികച്ച പ്രതികരണമാണ് കോളേജിന് ലഭിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആരംഭിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ കിട്ടിയത് അത്തരം കോഴ്സുകൾക്കാണ്. പ്രത്യേകിച്ചും ഏറെ തൊഴിൽ സാധ്യതയാണ് BCom ലോജിസ്റ്റിക്, അതുപോലെ തന്നെയാണ് BCom കോർപ്പറേഷൻ. ഈ 2 കോഴ്സും ഭംഗിയായി പൂർത്തീകരിക്കുന്ന ഒരാൾക്ക് കോളേജിൽ നിന്ന് വിടുമ്പോഴേക്ക് തന്നെ ജോലി സാധ്യത ഏറെയധികമുള്ള ഒരു കോഴ്സ് എന്ന നിലയിലാണ് നമ്മൾ ആദ്യം തന്നെ ഈ 2 കോഴ്സുകളും തുടങ്ങാൻ വേണ്ടി ആലോചിക്കുകയും യൂണിവേഴ്സിറ്റി അതിനനുസരിച്ച് അഫിലിയേഷൻ തരികയും ചെയ്തില്ല. പ്രവർത്തനം ആരംഭിച്ചിട്ട് 2 മാസം പിന്നിട്ടെങ്കിലും കോളേജിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നിരുന്നില്ല. 1ാം സെമസ്റ്റർ പൂർത്തിയാകും മുമ്പ് ഉദ്ഘാടനം നടത്തണമെന്ന
ലക്ഷ്യത്തോടെയാണ് ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ഔപചാരിക ഉദ്ഘാടനം സംഘടിപ്പിച്ചത്. കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ചുമനാറാണി ടീച്ചർ അധ്യക്ഷത വഹിക്കും. തലശ്ശേരിയിലെ രാഷ്ട്രീയ സാംസ്കാരിക നായകർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ CES പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK പ്രഭാകരൻ, സെക്രട്ടറി PM പ്രഭാകരൻ, പ്രിൻസിപ്പൽ പ്രൊഫസർ K ബാലൻ, ഭരണസമിതി അംഗം C അശോക് കുമാർ, V ബാബു എന്നിവർ സംബന്ധിച്ചു. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിന് പുതിയ ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നു. കെട്ടിട ശിലാസ്ഥാപനം ഞായറാഴ്ച രാവിലെ 9:30 സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ പാഞ്ഞൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന ഉദ്ഘാടനമാണ് 26-ാം തീയതി 9:30 ബഹുമാനപ്പെട്ട നിയമസഭ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യുന്നത്. ചടങ്ങിൽ ബഹുമാനപ്പെട്ട കൂത്തുപറമ്പ് MLA KP മോഹനേട്ടൻ അധ്യക്ഷത വഹിക്കും. മുഖ്യ അതിഥിയായി നമ്മുടെ വടകര ലോക്സഭാ മണ്ഡലം MP ആയിട്ടുള്ള ഷാഫി പറമ്പിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നമ്മുടെ നിലവിലുള്ള പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൻ്റെ മുൻവശത്ത് തന്നെയാണ് സ്ഥലം കണ്ടെത്തിയിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത്. 24.5 സെൻറ്റ് സ്ഥലമാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിന് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം ഞായറാഴ്ച രാവിലെ 9:30 നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ പാഞ്ഞൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. KP മോഹനൻ MLA ചടങ്ങിൽ അധ്യക്ഷനാകും. ഷാഫി പറമ്പിൽ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. സർക്കാർ ഫണ്ടിന് പുറമെ ജനകീയ പങ്കാളിത്തത്തോടെ സ്വരൂപിച്ച ഫണ്ട് കൂടി ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ലത, വൈസ് പ്രസിഡന്റ് N അനിൽകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ MP ജനകരാജ്, ഫൈസൽ കൂലോത്ത്, M ബീന എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. മലയാള കലാഗ്രാമത്തിലെ നിലവിലുള്ള കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, സംഗീതം, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. വിദഗ്ധ അധ്യാപകർ, വിസിറ്റിംഗ് ഫാക്കൽറ്റി സേവനങ്ങൾ. ബന്ധപ്പെടേണ്ട നമ്പർ 0490 233 2961, 790 73 61149,
9447646125. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. കൂത്തുപറമ്പ് വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിലെ 2022-2025 ബാച്ചിൻ്റെ ബിരുദദാന ചടങ്ങ് നടന്നു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിലെ 2022-2025 ബാച്ചിൻ്റെ ബിരുദദാന ചടങ്ങ് വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഇന്നലെ റാണി ജി സ്കൂളിലെ യൂസ് ലോട്ട് എന്ന കരിയർ ഗൈഡൻസിനെ കുറിച്ചുള്ള ഒരു അവബോധം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ രാഹുലും ഒക്കെ തന്നെ വന്നിരുന്നു. ഞാനായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. ആദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. യൂസ് ലോട്ട് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷേ ഞാനതിൻ്റെ നോക്കി അവരുടെ പെർഫോമൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയപ്പോൾ കുട്ടികൾ പഠിച്ച് മിടുക്കന്മാരും മിടുക്കുകളും ആകുമ്പോൾ പ്രത്യേകിച്ച് SSLC കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് നേരെ ഡിഗ്രിയിലേക്ക് കടക്കുന്നു. ഡിഗ്രിയോ അല്ലെങ്കിൽ വേറെ എന്താണ് അവർക്ക് ഇഷ്ടമുള്ള MBBS, എൻജിനീയറിങ് ഒക്കെ തന്നെ പോകാൻ നോക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി ഞാൻ അവിടെയും പറഞ്ഞത് അതാണ്. IHRD കോളേജിൻ്റെ ഇവിടെ വുമൺ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും മഹത്തായ സ്ഥാപനമാണ്. എന്താണ് കരിയർ എന്നും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, അത് വളരെ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ അതിനുവേണ്ട ഒരു പുതിയൊരു സംവിധാനം ഒരുക്കാൻ വേണ്ടി കെട്ടിടവും അതിൻ്റെ സംവിധാനം വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡോക്ടർ അരുണാണ് ഇതിൻ്റെ ഡയറക്ടറും എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. അപ്പോൾ ഇതിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കിവിടെ സെറിമണിയിൽ പങ്കെടുത്തുകൊണ്ട് ഗ്രാജുവേഷൻ സെറിമണിയിൽ പങ്കെടുത്തു. ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഇതുപോലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ തന്നെ അണഞ്ഞ് പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് NV ഷിനിജ അധ്യക്ഷയായി. പ്രിൻസിപ്പാൾ K ദിവ്യ സ്വാഗതം പറഞ്ഞു. കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ K ജോസഫ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. PTA വൈസ് പ്രസിഡന്റ് VK ഹാഷിം, CV പ്രശാന്ത്, കോളേജ് യൂണിയൻ പ്രസിഡന്റ് KK നിവേദ്, ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് HOD ഡോക്ടർ പ്രിയ ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. In our field with utmost sincerity and dedication. മുകേരി പഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറി ഗവൺമെൻറ് ആശുപത്രിയായി ഉയർത്തുന്നു. ഇതിൻ്റെ ഭാഗമായി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഞായറാഴ്ച ഉച്ചയ്ക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മുകേരി പഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിക്കായി
ആധുനിക സൗകര്യത്തോടെ രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനമാണ് ഒരുക്കിയത്. ഹോമിയോ ഡിസ്പെൻസറിയെ ആശുപത്രിയായി ഉയർത്തുന്നതിന് 63 ലക്ഷം രൂപ ഡിപ്പാർട്ട്മെന്റ് ഫണ്ടും 33 ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിന്റെ 1ാം നിലയുടെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഞായറാഴ്ച നിർവഹിക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 ഉദ്ഘാടന ചടങ്ങ് നടക്കുക. KP മോഹനൻ MLA ചടങ്ങിൽ അധ്യക്ഷനാകും. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തലശ്ശേരി യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും തലശ്ശേരിയിൽ സംഘടിപ്പിച്ചു. ഹോട്ടൽ നവരത്ന ഇഞ്ഞിലാണ് സമ്മേളനം നടന്നത്. നഗരസഭാധ്യക്ഷ KM ജമുനാറാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തലശ്ശേരി യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും പ്രൗഢമായ ചടങ്ങുകളോടെ തലശ്ശേരി നടന്നു. ഹോട്ടൽ നവരത്ന ഇഞ്ഞിൽ പ്രത്യേക സജ്ജീകരിച്ച മോഡേൺ ദാമു നഗറിലാണ് സമ്മേളനം നടന്നത്. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുനാറാണി ടീച്ചർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് വൈസ് ചെയർമാൻ അവിടെ തന്നെ ജില്ലാ സെക്രട്ടറി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി ഇവിടെ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പഴയ ആളുകൾ തന്നെ പുതിയ രംഗത്തേക്ക് വരികയാണ്. ഇപ്പോൾ നാസർ മഡോ എന്ന് പറയുന്ന KHRയുടെ തലശ്ശേരി യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായാലും നമ്മുടെ സെക്രട്ടറി ആയാലും അതുപോലെ തന്നെ നമ്മുടെ അച്ചുവേട്ടനായാലും ഒക്കെ, അതായത് ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് എങ്ങനെയുള്ള ആളുകളായിരിക്കണം എന്നുള്ളതിനുള്ള ഉദാഹരണമാണ്. വളരെ നല്ല പെരുമാറ്റം. ഇപ്പം നമ്മളെന്തെങ്കിലും ഒരു പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ ആ പറയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ മറന്നുപോകും. അപ്പോൾ വളരെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം, അതുപോലെ തന്നെ കാര്യങ്ങളെ അതിൻ്റെ ഗൗരവത്തോടു കൂടി കാണുക. പിന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഹോട്ടലുകൾ ചിലപ്പോൾ നമ്മുടെ ആരോഗ്യ വിഭാഗം പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായ അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വാക്ക് പോലും നഗരസഭയ്ക്കെതിരായിട്ട് ഉച്ചരിക്കാതെ അത് ചെയ്താൽ തെറ്റാണെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സംഘടനാ നേതൃത്വം ഇതിനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു 5-10 ദിവസം കൂടിയേ ഉള്ളൂ ഇതുപോലുള്ള പൊതു മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തലശ്ശേരിയുടെ ചെയർമാനായിട്ട് വന്നപ്പോൾ വളരെ ആശങ്കയുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങളിൽ വല്ലാത്തൊരു ആശങ്കയായിരുന്നു. പക്ഷെ പിന്നെ ഇതുപോലുള്ള നല്ല സ്നേഹത്തോടെയുള്ള പെരുമാറ്റങ്ങളുള്ള സംഘടനാ ഭാരവാഹികളും അതുപോലെ തന്നെ സ്ഥാപന മേധാവികളും ഒക്കെ നമ്മളുമായിട്ട് സംവദിക്കാൻ തുടങ്ങിയപ്പോൾ അത് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ ഏറ്റവും ഇന്നിവിടെ ആദരിക്കുന്ന നമ്മുടെ ആരോഗ്യ വിഭാഗത്തിൻ്റെ അനിൽ വിളങ്ങിൽ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തലശ്ശേരിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അദ്ദേഹം. എല്ലാ റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നല്ല രീതിയിലുള്ള പെരുമാറ്റമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഒരു പ്രാവശ്യം പരിചയപ്പെട്ടാൽ ആരും അദ്ദേഹത്തെ മറക്കില്ല. ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ഈ ടൗണിനകത്ത് അദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട്. വളരെ കൃത്യമായ ഇടപെടലുകളിലൂടെ ഓരോ കാര്യങ്ങളും ഭംഗിയായി നിറവേറ്റുമ്പോൾ അത്തരം ഒരു ഉദ്യോഗസ്ഥന് ഒരു ആദരവ് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് K. അച്യുതൻ അധ്യക്ഷനായി. തലശ്ശേരി യൂണിറ്റ് സെക്രട്ടറി നാസർ മാഡോൾ സ്വാഗതം പറഞ്ഞു. സുരക്ഷാ ഫണ്ട് വിതരണം നഗരസഭ വൈസ് ചെയർമാൻ MV ജയരാജൻ നിർവഹിച്ചു. കുടുംബസഹായ ഫണ്ട് വിതരണം തലശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് CCM മഷൂർ നിർവഹിച്ചു. തലശ്ശേരി ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽ വിലങ്ങലിനെ ചടങ്ങിൽ ആദരിച്ചു. തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ കുഴഞ്ഞു വീണ രോഗിയെ മദ്യപരെന്ന് കരുതി യാത്രക്കാർ അവഗണിച്ചപ്പോൾ സഹായമെത്തിയ അനിൽ വിലങ്ങലിനെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് K. അച്യുതൻ ഉപഹാര സമർപ്പണം നടത്തി. രാജ്യം കാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരിക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകും. പുന്നോൽ കോരൻസ് ഹോട്ടൽ ഉടമ ചന്ദ്രദാസ്, വന്ദന ഹോട്ടൽ ഉടമ MP ശശീന്ദ്രൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. KHRA സംസ്ഥാന വൈസ് പ്രസിഡന്റ് N. സുഗുണൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി ഷിനോജ് റഹ്മാൻ സുരക്ഷാ പദ്ധതി വിശദീകരണം നടത്തി. കണ്ണൂർ ജില്ലാ സെക്രട്ടറി KN ഭൂപേഷ് സംഘടനാ പ്രവർത്തനം അവതരിപ്പിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് KP ഷാജി ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. പുതിയ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. പുതിയ ഭാരവാഹികൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചടങ്ങിൽ സ്ഥാനമേറ്റു. പുലർത്തുമെന്നും അഖണ്ഡതയും
അച്ചടക്കവും പാലിക്കുമെന്നും ഭരണഘടനയുടെ പവിത്രത കാത്തുസൂക്ഷിച്ചുകൊണ്ട് അസോസിയേഷന്റെ കെട്ടുറപ്പിനും ശ്രേയസിനും അഭിവൃദ്ധിക്കും വേണ്ടിയും ഹോട്ടൽ വ്യവസായത്തിന്റെ പുരോഗതിക്കും സൽപ്പേരിനു വേണ്ടിയും അംഗങ്ങളുടെ സഹവർത്തിത്വത്തിനും വ്യാവസായികവും സാമൂഹികവും വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ അഭിവൃദ്ധിക്ക് വേണ്ടിയും പ്രവർത്തിക്കുമെന്നും. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. പന്ന്യന്നൂർ പഞ്ചായത്ത് ചെസ് ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് തല ചെസ് പരിശീലനത്തിന് തുടക്കമായി. ചെസ് സെറ്റുകളുടെ വിതരണവും ഇതോടൊപ്പം നടന്നു. ഡയറ്റ് പ്രിൻസിപ്പാളും മുൻ ദേശീയ ചെസ് താരവുമായ ഡോക്ടർ കെ വിനോദ് കുമാർ ചെസ് പരിശീലനം ഉദ്ഘാടനം ചെയ്തു. ആ ഗ്രാമത്തെ ആകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ഈ പറയുന്ന ചെസ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്നാണ് ആ ഗ്രാമത്തെ അറിയപ്പെടുന്നത്. എന്താ പറയുന്നത്? ചെസ് വില്ലേജ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ചെസ് ഗ്രാമം എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലൊക്കെ കാണാൻ പറ്റും, നിങ്ങൾക്കറിയാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഒരു ചെസ് ഗ്രാമ പദ്ധതി നമ്മുടെ പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ തുടക്കക്കാരായ മിടുക്കന്മാരായ നല്ല കളിക്കാരായ കുട്ടികൾ നല്ല ആവേശത്തോടെ ഇവിടെ ഇരിക്കുകയാണ്. കളി പഠിക്കാനും പഠിച്ച് അല്ലേ കുറേ മുന്നേറിയ ആൾക്കാരുണ്ടാവും, പഠിച്ച് തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടാവും, കളി അറിയുന്നവരുണ്ടാവും, കളി അറിയാത്തവരുണ്ടാവും. എന്തായാലും എല്ലാവർക്കും വഴങ്ങുന്ന ഒരു കളിയാണ് എന്ത്? ചെസ്. ഒരു സംശയമില്ല. അപ്പോൾ ഈ ചെസ് പഠിച്ചു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് മറ്റേ ഈ പറയുന്ന മൊബൈലിൻ്റെ അമിതമായ ഉപയോഗം,
അല്ലേ മറ്റ് തരത്തിലുള്ള സമയകൊല്ലി പരിപാടികളൊന്നും നിങ്ങൾക്ക് പോകാതെ നിങ്ങൾക്ക് ചെസ്സിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് നല്ല കുട്ടികളായി പഠിക്കാൻ പറ്റും, നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. പന്നന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണിലാൽ അധ്യക്ഷനായി. ചമ്പാട് ചോതാവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ജെ ഇന്ദിര, ചൊക്ലി BPC സുനിൽ ബാൽ, റസിയ ബഷീർ എന്നിവർ സംസാരിച്ചു. കെ സനിൽ, കെ രാജീവ് കുമാർ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. സമസ്ത സെഞ്ചിനറിയുടെ ഭാഗമായി SYS പെരിങ്ങത്തൂർ സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹലോകം പഠന സംഗമം സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 9-ന് ചൊക്ലി നടക്കുന്ന സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേതാക്കൾ പാഞ്ഞൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SYS സമസ്ത കേരള സുന്നി യുവജന സംഘം കേരളത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തിരുപ്പിറവി ആഘോഷ പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നടക്കുന്ന സുപ്രധാനമായ പ്രോഗ്രാമാണ് സ്നേഹലോകം എന്ന പേരിൽ സോൺ തലങ്ങളിൽ നടക്കുന്നത്. SYSൻ്റെ പെരിങ്ങത്തൂർ സോൺ സ്നേഹലോകം ഈ വരുന്ന 26-ാം തീയതി ഞായറാഴ്ച കാലത്ത് 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ചൊക്ലിയിൽ നടക്കുകയാണ്. സമസ്ത സെഞ്ചിനറിയുടെ ഭാഗമായുള്ള SYS പെരിങ്ങത്തൂർ സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹലോകം പഠന സംഗമം ഒക്ടോബർ 26-ന് രാവിലെ 9 മുതൽ ചൊക്ലിയിൽ നടക്കും. തിരുവസന്തം എന്ന പേരിലാണ് പരിപാടി നടക്കുന്നത്. ഞായറാഴ്ച രാവിലെ 9-ന് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി റഫീഖ് അണിയാരം പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് ജില്ലാ സെക്രട്ടറി അഷ്റഫ് സഖാഫി കടവത്തൂർ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ SYS ജില്ലാ ക്യാബിനറ്റ് അംഗം അലി സഖാഫി, സോൺ പ്രസിഡന്റ് ഷംസുദ്ദീൻ സഖാഫി, SYS സോൺ ജനറൽ സെക്രട്ടറി അൻസാർ കടവത്തൂർ, സംഘാടക സമിതി കൺവീനർ ഇക്ബാൽ സഖാഫി എന്നിവർ പങ്കെടുത്തു. മഹിളാ ജനതാദൾ നേതാവും മുൻമന്ത്രി PR കുറുപ്പിൻ്റെ സഹധർമ്മിണിയുമായിരുന്ന പുത്തൂരിലെ KP ലീലാവതി അമ്മയുടെ 27ാം ജന്മവാർഷികം ആചരിച്ചു. പുത്തൂരിലെ സ്മൃതി മണ്ഡപത്തിൽ നേതാക്കളും പ്രവർത്തകരും കുടുംബാംഗങ്ങളും പുഷ്പാർച്ചന നടത്തി. മുൻമന്ത്രി PR കുറുപ്പിൻ്റെ സഹധർമ്മിണിയും മഹിളാ ജനതാദൾ നേതാവുമായിരുന്ന KP ലീലാവതി അമ്മയുടെ 27ാം ജന്മവാർഷികം വിപുലമായ പരിപാടികളോടെയാണ് ആചരിച്ചത്. പുത്തൂരിലെ സ്മൃതി മണ്ഡപത്തിൽ രാഷ്ട്രീയ മഹിളാ ജനതാദൾ കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. പത്മജ ഭാരതൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മക്കൾക്ക് ഏത് തരത്തിലുള്ള ഒരു സ്നേഹവും വാത്സല്യവുമാണോ കൊടുക്കേണ്ടത് അത് പ്രദാനം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് എല്ലാവരെയും സമചിത്തതയോടുകൂടി നോക്കിക്കണ്ട് എല്ലാവർക്കും ഉപദേശം കൊടുക്കുകയും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുകയും എല്ലാവർക്കും ആവശ്യമുള്ള വസ്തുതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുകയും ചെയ്ത ഒരു മഹത് വ്യക്തിത്വമായിരുന്നു ഗിരീജ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തെ തുടർന്ന് നടന്ന അനുസ്മരണ യോഗം സംസ്ഥാന പ്രസിഡന്റ് OP ഷീജ ഉദ്ഘാടനം ചെയ്തു. നമ്മെ വിട്ടുപോയിട്ട് 27 വർഷം പൂർത്തിയാകുകയാണ്. PR-ന്റെ സഹധർമ്മിണിയായ ലീലാമ്മ PR-നോട് ഒപ്പം നിന്നുകൊണ്ട് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിനും മഹിളാ പ്രസ്ഥാനത്തിനും ഒട്ടനവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആ സംഭാവനകൾ ഈ നാട്, ഈ പ്രദേശം ഒരിക്കലും മറന്നു പോകുകയില്ല. ഇന്നത്തെ സമൂഹം സ്വന്തം കാര്യത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. പക്ഷേ അന്നത്തെ ആ കാലഘട്ടം മറ്റുള്ളവരുടെ വേദനകളിലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് കണ്ണീരനുഭവിക്കുന്ന ആളുകൾക്ക് താങ്ങും തണലുമായി മാറുന്നതിന് വേണ്ടി അന്നത്തെ കാലഘട്ടത്തിൽ ലീലാമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ശ്രീജ M ചണ്ടയാട് അധ്യക്ഷയായി. RJD ദേശീയ കൗൺസിൽ അംഗം ഉഷാ രൈരോത്ത്, മണ്ഡലം പ്രസിഡന്റ് P ദിനേശൻ, P ഷൈറീന തുടങ്ങിയവർ സംസാരിച്ചു. KP മോഹനൻ MLA,
RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി PK പ്രവീൺ, രവീന്ദ്രൻ കുന്നോത്ത്, N ധനഞ്ജയൻ തുടങ്ങിയവർ പുഷ്പാർച്ചനയിൽ പങ്കാളികളായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടികളിൽ നന്മയുടെ വിത്തിറക്കാൻ കലാമേളകൾക്ക് സാധിക്കുമെന്ന് KP മോഹനൻ MLA. പാനൂർ ഉപജില്ലാ കലോത്സവത്തിന് പാനൂർ KKB മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ തുടക്കം. വടക്കുംപാട് SN പുരം ശ്രീനാരായണ വായനശാല ഗ്രന്ഥാലയം സപ്തതി നിറവിൽ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സപ്തതി ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 30-ന് M മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിന് പുതിയ ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നു. കെട്ടിട ശിലാസ്ഥാപനം ഞായറാഴ്ച രാവിലെ സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ നിർവഹിക്കും. തലശ്ശേരിയിൽ ആരംഭിച്ച ഹെർമൻ ഗുണ്ടർട്ട് കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് കോളേജിന്റെ ഔപചാരിക ഉദ്ഘാടനം ചൊവ്വാഴ്ച. സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.